ഹൈഫയിൽ നിന്ന് മലയാളിയായ രഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇന്ന് ഈ പകലിൽ പോയ മണിക്കൂറുകളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് കനത്ത മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ 4ഓളം ഭാഗങ്ങളിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്? താങ്കൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ എന്താണ് അവസ്ഥ? ഞാൻ നിലവിലുള്ളത് ഹൈഫയിലാണ്. ഇന്ന് രാവിലെ 7:15 അലാറിനുണ്ടായിരുന്നത്. അത് ടെലവീവിലെ ഏറ്റവും കൂടുതലായിട്ട് ആക്രമണം നടന്നതും മിസൈൽ പതിച്ചതും ടെലവീവിലാണ്. ടെലവീവിലെ സൊറോക്കോ ഹോസ്പിറ്റലിന് മുകളിലാണ് ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ മിസൈൽ പതിക്കുകയും അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അതുപോലെ തന്നെ ഹൈഫയിലും ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അലാറം ഉണ്ടായിരുന്നു. അത് ഷെൽട്ടറിലായിരുന്നു രാവിലെ. ഇന്ന് രാവിലെ കിടക്കപ്പായിൽ നിന്നിട്ട് നേരെ ഷെൽട്ടറിലേക്ക് ഓടുന്ന രീതിയായിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, യുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് കരുതി നമ്മൾ ആരും തന്നെ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. എങ്കിൽ പോലും ഇസ്രായേലിൽ വളരെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്ത വളരെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് എടുത്തു പറഞ്ഞോട്ടെ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ ശേഷി, പ്രതിരോധ സംവിധാനങ്ങള് മിസൈൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, ഒരു മിസൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നാല് അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ നേരെയുള്ള ആക്രമണം എല്ലാ രീതിയിലും ഇസ്രായേല് 99% പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അൺഫോർച്ചുനേറ്റ്ലി 1%-2% അത് ഇവിടെ എന്താ പറയാ ബാഡ് ലക്ക് ആയിട്ട് ഇവിടെ പതിക്കുന്നു. അതിൽ തീർച്ചയായിട്ടും നല്ല രീതിക്കുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ വരെയും ഇസ്രായേലിന് ഇവിടെ ഉണ്ടായിരുന്ന വിലക്കുകൾ, അതായത് പല രീതിക്കുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്നലെ എടുത്തു മാറ്റിയുണ്ടായി. പൂർണ്ണമായിട്ടും മാറ്റിയില്ല എങ്കിൽ പോലും ഒരു 80% ജനജീവിതം പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വന്നു. അങ്ങനെ ഇരിക്കെ ചെയ്തിട്ടാണ് ഇന്ന് രാവിലെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും പഴയ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ രഞ്ജിത്ത്? അതാ ഞാൻ പറഞ്ഞത്, 99% വളരെ ഭംഗിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് 100% എന്ന് പറയണം എന്നുള്ള ഒരു ആവേശത്തിലാണ്. കാരണം 1% സംഭവിക്കുന്നുണ്ട്, അത് നിങ്ങൾ വാർത്തയിൽ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലയാളികളും ഇന്ത്യക്കാരും അവിടെ പെട്ടെന്ന് മടങ്ങേണ്ട ഒരു ആവശ്യമില്ല, സേഫ് ആണ് അവിടെ, അല്ലെ? 100% സേഫാണ് നമ്മളിവിടെ. ഈ അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ മരണം സംഭവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വേണ്ട രീതിയിൽ പാലിക്കാത്തവർക്ക് മാത്രമാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരിക്കലും അപകടത്തിൽപ്പെട്ടവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടിട്ടാവാം ഒരു പക്ഷേ സേഫ് പ്ലേസിലേക്ക്, ഷെൽട്ടർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ടിട്ടൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ നമ്മളൊരു 90% പാലിച്ചാൽ മതി, നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത്. അവിടെ നിൽക്കുമ്പോൾ പൊതുവിൽ വരുന്ന ചർച്ചകളൊക്കെ എന്താണ്? ഈ ആക്രമണം കൊണ്ട് എന്തായിരിക്കാം ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്? ഇത് എന്ന് തീരും എന്നൊക്കെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഒരു ചർച്ചകളും ഇസ്രായേലിൽ നിന്ന് അകത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് എത്ര കാലം ഇത് നീണ്ടു നിൽക്കും എന്നുള്ളൊരു അനുമാനമാണുള്ളത്? അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കോ ഞാൻ കടന്നത് കൊണ്ടിട്ട് അതിന് വലിയ വില ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതുപോലെ തന്നെ വലുതാണ്. ഇപ്പൊ ഇന്ന് ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞപ്പോൾ പോലും അതിന് മുഖവിലേക്ക് എടുക്കാനായിട്ട് തയ്യാറല്ല. പിന്നെ താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ ഞങ്ങളുടെ, അതായത് ലോക്കലി മീൻസ് ഇസ്രായേലിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എല്ലാവരും ഒരുപോലെ, ഇപ്പോ നമുക്കറിയാം, ഞാൻ തുറന്നു സമ്മതിക്കുന്നുണ്ട്, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ചില ക്രമക്കേടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും എതിർപ്പാണെങ്കിൽ പോലും ഈ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ട്, യാതൊരു രീതിയിലുള്ള വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാകാതെ തന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രീതിയിലാണെങ്കിലും ഈ ഭീകര സ്വഭാവത്തിലുള്ള ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകരവാദം അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. ഇവിടെ ഇസ്രായേലിലുള്ള ഏറ്റവും കൂടുതൽ മലയാളികളും ആൾക്കാരാണ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ അവശ്യ വസ്തുക്കൾ ലഭിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഭക്ഷണമാവട്ടെ, മറ്റ് അവശ്യ സേവനങ്ങളാവട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഈ യുദ്ധ സാഹചര്യത്തിലായതുകൊണ്ട് ലഭിക്കുന്നുണ്ടോ?
ഉണ്ടാകുന്നുണ്ടോ? ഒപ്പം ഇത്തരം അതായത് ഇസ്രായേൽ ഇന്ത്യൻ എംബസി നിങ്ങളുമായി കൃത്യമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഉണ്ടോ ഈ സമയം? ഇപ്പൊ ചോദിച്ച ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് ഞാൻ നല്ല രീതിക്ക് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. എന്താന്ന് വെച്ചാല് 2023 ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ ഒന്ന് പകച്ചു പോയി എന്നുള്ളത് ഒഴിച്ചെന്നാല് ഏതൊരു സംവിധാനം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്രായേലിന് നേരെ വന്ന് നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തെ ഓവർകം ചെയ്യുവാനായിട്ട് വിതിൻ സെക്കൻഡ്സിൽ സാധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ മുതൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് 2023 ഒക്ടോബർ 7 തുടങ്ങിയ സമയത്ത് ഇങ്ങോട്ടേക്ക് മൂർച്ഛിച്ചു വന്നപ്പോ 2024 ജനുവരിയിലൊക്കെ വന്നപ്പോ ഈ പറഞ്ഞ പോലെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊക്കെ ഷോർട്ടേജ് വന്നേക്കാം എന്നുള്ളൊരു ഭീതിയിൽ, കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് മുമ്പ് യുദ്ധം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അവർക്കൊരു പുതിയ അനുഭവമായതുകൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും ഭക്ഷണ സാധനങ്ങൾ എസ്പെഷ്യലി ഈ ലോങ് ടൈമിലേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ ജലവിതരണം തടസ്സപ്പെടാൻ സാധ്യതകളുണ്ട് എന്ന് ഉള്ള റൂമർ പടർന്നത് കൊണ്ട് തന്നെ കുപ്പിവെള്ളമാണെങ്കിലും മറ്റ് മിനറൽ വാട്ടർ ആണെങ്കിലും അവരെ സജ്ജീകരിച്ചു വെക്കുകയും ആ സമയത്ത് അതായത് 2024 ബിഗിനിങ്ങില് ഇത്തരത്തിലുള്ള ഒരു ഷോർട്ടേജ് ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചെന്നാല് അതിനുശേഷം ഇന്നേ വരെയായിട്ടും അങ്ങനത്തെ ഒരു ഷോർട്ടേജ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു യുദ്ധമുഖത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ഭീതി പോലും ആ ഒരു അലാറം വരുമ്പോ അല്ലെങ്കിൽ ആ ഒരു മിസൈൽ നിലത്ത് പതിക്കുകയോ അല്ലെങ്കിൽ മുകളിൽ വെച്ച് അത് നിർവീര്യമാക്കി കളയുന്ന സന്ദർഭത്തിലോ അത് കേൾക്കുന്നു എന്നുള്ളത് ഒഴിച്ചെന്നാല് പിന്നെ ഈ നാട്ടിലെ വാർത്ത കേൾക്കുമ്പോഴല്ലാതെ നമ്മൾ ഒരു രീതിയിലും യുദ്ധമുഖത്താണ് നിൽക്കുന്നുള്ള യാതൊരു ഫീലിങ്സും നമുക്കില്ല. അങ്ങനത്തെ ഒരു തോന്നലേ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടു കൂടിയും പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഒരു മലയാളി എന്നുള്ളതല്ല, ഇവിടെ നിൽക്കുന്ന വിദേശീയരായിട്ടുള്ള ഒരാൾ പോലും ഇവിടെ നിന്ന് ഈ യുദ്ധമാണ് തീർച്ചയായും അത് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു പ്രതികരണം